വെൽക്കം ബാക്ക് ടു റേഡിയൻറ്റ്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. റിസൾട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ, ഏത് ബാച്ചിലോട്ട് പോകണം, ഏത് സ്ട്രീമിലോട്ട് പോകണം അല്ലേ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചു സെറ്റായി. അപ്പോൾ കുറേ പേര് സയൻസ് അല്ലേ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ബയോളജി സയൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നതും ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിൻ്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അയ്യോ സാറേ, ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണോ അതോ സെക്കൻഡ് ചാപ്റ്റർ ആണോ എന്നൊരു സംശയം പലർക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാകും. ചില ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇനി ഒന്നായിക്കോട്ടെ രണ്ടായിക്കോട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്താണ് നമുക്ക് പഠിച്ചാൽ മതി. അതായത് ചിലപ്പോൾ ചിലരുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇതിന് മുന്നേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ മിക്ക സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും ഒക്കെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് തന്നെയാണ് നമ്മുടെ +1 ഫിസിക്സ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതിന് മുന്നേ ഒരു ചാപ്റ്റർ ഉണ്ട്, അത് ഒരു തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ പോലെയൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ തരുന്നതായിരിക്കും. പക്ഷേ മെയിനായിട്ട് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നാണ്. അപ്പോൾ തന്നെ തുടങ്ങിയല്ലേ, നമ്മൾ 10ാം ക്ലാസ് പഠിച്ചു വന്ന പോലെ അല്ല, 10ലാണെങ്കിൽ ഇല്ല എളുപ്പമാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുന്നു, ഒരറ്റത്ത് നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, പോകുന്നു, ആ ഒരു ഓർഡറിൽ അങ്ങ് പോയാൽ മതി. മാറി തുടങ്ങി അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നമ്മൾ ഈ വെറും ഒരു ടെക്സ്റ്റ് ബുക്ക് അതങ്ങനെ മൊത്തത്തിൽ അങ്ങ് പഠിക്കുക എന്നുള്ളതല്ല. നമ്മളത് വിട്ട് പുറത്തോട്ടും പോയിട്ടൊക്കെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിക്കണം. കാരണം നമ്മുടെ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ പഠിച്ച SCERT ആണ്, ഇതെന്താണ് NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ ഇതൊരു റെഫറൻസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിലുള്ള കാര്യങ്ങൾ അതേപടി പഠിച്ചു പോയാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങളൊന്നും അധികം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റാറില്ല അല്ലേ. അതായത് ജസ്റ്റ് തിയറികളൊന്ന് പറഞ്ഞു പോകും, അതും നമുക്ക് എൻ്റെ ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് അല്ലെ പ്രത്യേക കോളമൊക്കെ തന്നിട്ടൊക്കെയാണ് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അല്ലെ ഇമ്പോർട്ടൻറ്റ് പഠിക്കേണ്ടതൊക്കെ ബോക്സിനകത്ത് കിട്ടും. ഇവിടെ അതൊന്നുമില്ല അല്ലേ, പ്ലെയിനായിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. വായിക്കുന്ന ഏതൊരുത്തരും എന്ത് ചെയ്യും, ബോറടിക്കും. അപ്പോൾ അത് ആദ്യമേ മനസ്സിലാക്കിക്കൊള്ളാം, കഴിഞ്ഞ വർഷം പോലെ അല്ല. +1ലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം, വേണ്ടെന്നല്ല പറയുന്നത്. എൻട്രൻസിനും സ്കൂളിലത്തേക്കും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് വേണം, പക്ഷേ ഇതിനൊരു റെഫറൻസ് ആയിട്ട് കണക്കാക്കുക. നമ്മൾ മറ്റ് പുസ്തകങ്ങളോ ഗൈഡുകളോ ഒക്കെ കൂടെ റെഫർ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നതിലും തെറ്റില്ല. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടുന്ന് പറ്റത്തില്ല. ഇതാദ്യം വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. അതുപോലെ പ്രാക്ടീസ് ചോദ്യങ്ങൾ ഒട്ടും തന്നെ ഇവിടെ ഇല്ല. പക്ഷേ പരീക്ഷയ്ക്ക് നിറച്ച് ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് ഏതാണ്, ഏത് ടൈപ്പാണ്, ഏത് മോഡലാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്തുകൊണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മറ്റ് ഗൈഡുകളൊക്കെ റെഫർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വാചകടി നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ചാപ്റ്ററിൻ്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഏതൊരു ചാപ്റ്റർ എടുത്താലും അവിടെ എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇൻട്രൊഡക്ഷനും അതുപോലെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സുകളെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പറ്റി പഠിക്കും. അതൊരു ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അത് ഈ ചാപ്റ്ററിനെന്നല്ല, ഈ 2 വർഷവും നമുക്കത് ആവശ്യമാണ്. പിന്നെ ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയമെൻഷൻസിൻ്റെ യൂസസ് ആണുള്ളത്. അപ്പോൾ ഒരു 3 to 4 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് നേരാവണ്ണം നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവാൻ പറ്റുള്ളൂ. വെറുതെ തിയറിയൊക്കെ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമല്ല. പറഞ്ഞ് പേടിപ്പിക്കുന്നതൊന്നുമല്ല, സത്യാവസ്ഥ പറഞ്ഞു തരുന്നതാണ്. അല്ലെങ്കിൽ എപ്പോൾ പണി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം പഠിച്ച് ഫസ്റ്റ് ടേം എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ ആ ചോദ്യപേപ്പർ കണ്ട് നിങ്ങളുടെ ഉള്ള കിളിയൊക്കെ പറന്നു പോയെന്ന് വരും. അപ്പോൾ അങ്ങനെ പറന്നൊന്നും പോകണ്ടെങ്കിൽ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ സംഘടിപ്പിച്ചോളണം. നെറ്റിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെൻ്ററാണോ, ട്യൂഷനാണോ, എൻട്രൻസ് കോച്ചിങ് ആണോ, എവിടെയാണോ പോകുന്നത് അവരുടെ കയ്യിലത് ഉണ്ടാകും. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനെ തള്ളിക്കളയരുത്. മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വഴികാട്ടി എന്ന് പറയുന്നത്. അത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഇങ്ങനെയൊക്കെയാണല്ലോ ചോദ്യങ്ങൾ വരുന്നതെന്ന്. അത് നോക്കാതെ വിടുമ്പോഴാണ് +1 +2 എന്ന് പറയുന്നത് പാടായിട്ട് മാറുന്നത്. പിന്നെ കണ്ടന്റും ഇച്ചിരി ഉണ്ട് പഠിക്കാനായിട്ട്. ശരി, തുടങ്ങുന്നു. എന്താണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്. എടാ ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, നമുക്ക് നോട്ടും കൂടെ വെച്ച് ഒരു 2 കൂടെ വെച്ച് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പഠിക്കാനുള്ളത് എന്താണെന്ന് നമ്മളിന്ന് ഇൻട്രൊഡക്ഷനും ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സും ആണ് പഠിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റും. കാരണം ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകണം. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മൾ ഏതുവരെ പഠിച്ചു, അതായത് നമ്മൾ ഈ ഒരു സ്പീഡിൽ പഠിച്ചാൽ നമുക്ക് ഈ വർഷം തീരുന്നതിന് മുമ്പ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇനി തൊട്ട് എഫേർട്ട് എടുക്കണം. പണ്ടെല്ലാം ടീച്ചേഴ്സ് അങ്ങ് നോക്കിക്കോളുമായിരുന്നു. ഇനി അങ്ങനെയൊന്നുമില്ല.
സ്കൂളിൽ നിന്ന് പോകുമ്പോൾ മനസ്സിലാവും. ടീച്ചേഴ്സ് അവരുടെ സമയക്കുറവ് കാരണം ഈ എല്ലാ ടോപ്പിക്കുകളൊക്കെ ചിലപ്പോൾ അവർക്ക് പറഞ്ഞു പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ചോദ്യപേപ്പർ ഇടുന്ന ആളതൊന്നും ശ്രദ്ധിക്കത്തില്ല. സോ നിങ്ങളുടെ ഉത്തരവാദിത്തം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഭാഗം അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഇങ്ങനൊരു കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മളത് പറയുന്നത് അതുകൊണ്ടാണ്. തുടങ്ങുകയാണ്. യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു വെച്ച് പഠിച്ചാലും ആ ക്വാണ്ടിറ്റി നമ്മൾ എഴുതുമ്പോൾ, ഇപ്പോൾ ഞാനൊരു നീളം എന്ന് പറയുന്ന ഒരു കാര്യമാണ് എഴുതുന്നതെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടാകും? ഒരു നമ്പർ ഉണ്ടാവും അല്ലേ. ഇപ്പം ഞാൻ പറയുകയാണ് 12 എന്നൊരു നമ്പർ മാത്രം എഴുതിയാൽ അതൊരു സംഖ്യയാണ്. ഇതിൻ്റെ സൈഡിൽ ഞാൻ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് 12 സെൻറ്റിമീറ്റർ എന്തോ ഒരു ക്വാണ്ടിറ്റിയുടെ നീളത്തെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവും. എന്നാൽ ഞാനിവിടെ 12 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയാൽ നിങ്ങൾ പറയും ഇത് താപനിലയെ പറ്റിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഈ സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന നീളത്തിൻ്റെ ആണെന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? അത് പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വന്നു അല്ലേ. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ പറയുന്ന അളവുകളെന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്താണ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഏരിയ ആണെന്ന് അല്ലേ. 12 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ വോളിയം എന്നൊക്കെ പറയും. അപ്പോൾ കണ്ടോ, യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് മറ്റൊരാളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എഴുതുന്ന ഒരു ക്വാണ്ടിറ്റി എന്താണെന്നും അത് എത്രത്തോളം വലുതാണെന്നും എത്രത്തോളം ചെറുതാണെന്നും മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്നു. ഞാനിവിടെ 12 കിലോമീറ്റർ എന്ന് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ പറയും അത് വലിയ ദൂരത്തെ പറ്റിയിട്ടാണ്. സെൻറ്റിമീറ്റർ ആകുമ്പോൾ ചെറുതാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന, അതോടൊപ്പം തന്നെ ആ ക്വാണ്ടിറ്റി എന്തിനെ പറ്റി പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റുകൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നീളം എന്ന് പറയുന്ന ഒരു കാര്യം, ഈ പേനയുടെ നീളം ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചത്? ഞാൻ ഒരു സ്കെയിലുമായിട്ട് വെച്ച് ഇതിനൊന്ന് എന്ത് ചെയ്യും? താരതമ്യം ചെയ്യും അല്ലെ. റെഫറൻസ് ആയിട്ട് ഞാൻ സ്കെയിലിനെ ഉപയോഗിക്കും. അപ്പോൾ സ്കെയിൽ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തൊരു സാധനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എത്ര കണ്ടു? ഒരു 12 കണ്ടെങ്കിൽ ഞാൻ പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയെ ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസുമായിട്ട് താരതമ്യം ചെയ്ത് എഴുതുന്നതാണ് യൂണിറ്റ്. ആ യൂണിറ്റ് ആ ക്വാണ്ടിറ്റി എന്താണെന്നും അത് എത്രത്തോളം വലുതാണെന്നും ചെറുതാണെന്നും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അത്തരം യൂണിറ്റുകളെ പറ്റിയിട്ട്, അളവുകളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ വർഷം ആദ്യത്തെ ചാപ്റ്റർ മുതൽ അടുത്ത കൊല്ലം അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും ഫിസിക്സിൽ പലപ്പോഴും നമ്മൾ പല വസ്തുക്കളെ മെഷർ ചെയ്യാറുണ്ട്, അതിനെപ്പറ്റി എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോഴും യൂണിറ്റ് കൃത്യമല്ലെങ്കിൽ ഇനി മുതൽ മാർക്ക് കിട്ടില്ല. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയെ പറ്റി പറയുമ്പോഴും അതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് മക്കളെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അല്ലേ. മെഷർമെന്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് എ കമ്പാരിസൺ വിത്ത് എ സർട്ടൻ ബേസിക്സ് arbitrary chosen internationally accepted reference and this standard is called unit. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്താണ് ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇതൊരു വസ്തു എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്രത്തോളം ചെറുതാണെന്ന് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ പറ്റിയാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ചോദിക്കട്ടെ, എന്താ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറ, വാട്ട് ഈസ് ഫിസിക്സ്? ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. അത് നമ്മൾ മറ്റേ ചാപ്റ്റർ നമ്മൾ ഫിസിക്കൽ വേൾഡ് നമ്മൾ അതിനെ പറ്റി പറയും. അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മൾ 10ാം ക്ലാസ് വരെ ഫിസിക്സ് പഠിച്ചു വന്നിട്ടില്ലേ, നമുക്കറിയാമല്ലോ. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ ഫിസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന ഫിസിക്കൽ വേൾഡിനെ പറ്റിയുള്ള സ്റ്റഡി. ഞാൻ അങ്ങനെയാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. എന്താണ് ഫിസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഏറ്റവും സിമ്പിളായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഫിസിക്കൽ വേൾഡ്. നമ്മുടെ ചുറ്റും നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന എല്ലാ വസ്തുക്കളും ഇത് എങ്ങനെ ഇരിക്കുന്നു, എന്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്വാണ്ടിറ്റിയും പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ മാസ് എന്നൊരു കാര്യമുണ്ട്. അത് ഒരു വസ്തു, ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്? അതൊരു മൗസാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മാസ്? നിങ്ങൾ പറയും എമൗണ്ട് ഓഫ് മാറ്റർ എന്ന് പറയും. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് വസ്തുക്കളെ ഫിസിക്സ് എന്ന് പറയുന്ന വിഷയം ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത്തരം എല്ലാ വസ്തുക്കളെയും അളക്കാൻ പറ്റുന്ന അത്തരം എല്ലാ വസ്തുക്കളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ ഫിസിക്സിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. എന്ന് വെച്ചാൽ ലെങ്ത്, മാസ്, വോളിയം, ഏരിയ, ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, ഹീറ്റ്, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ ഫിസിക്സിനകത്ത് എന്തൊക്കെ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ
അതൊക്കെ മൊമെൻറ്റം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതെല്ലാം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമുക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് നമ്മൾ ഇന്റർനാഷണൽ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റീസ് ഇൻ ടേംസ് ഓഫ് വിച്ച് ലോസ് ഓഫ് ഫിസിക്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഹൂസ് മെഷർമെന്റ് ഈസ് നെസസറി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഫിസിക്സിലെ നിയമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റികളെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. നമുക്കതിന് നേരിട്ടോ അല്ല ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ടോ എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട് അല്ലേ. ദർ ആർ നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അപ്പിയർ ടു ബി വെരി ലാർജ് വിച്ച് ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എക്സ്പ്രസിംഗ് ദം. അത് നമുക്ക് അടുത്തിലോട്ട് വരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി, മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി, മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നിങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് തിരിക്കാം. സാധാരണ നിങ്ങൾ എവിടെ നോക്കിയാലും ടെക്സ്റ്റ് ബുക്ക് ഒന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് സാധാരണ സ്കൂളിലോ ഒന്നും എന്ത് ചെയ്യാറില്ല, അങ്ങനെ കൊണ്ട് നടക്കാറില്ല. എൻട്രൻസ് കോച്ചിങ്ങുകാരാണ് കൂടുതൽ ഇത് എന്ത് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മളെ രീതി എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കും കൂടെ വെച്ച് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഉപയോഗിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി, മറ്റൊന്ന് എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്നാൽ എന്താണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വസ്തുവിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന കാര്യം, ഒരു വസ്തുവിൻ്റെ നീളം എന്ന് പറയുന്ന കാര്യം, അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതെന്തുവാണ്? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ അളക്കുന്നത്? അതിൻ്റെ ആ നീളം എന്ന് പറയുന്ന സാധനം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്താൽ അതിൻ്റെ നീളം എനിക്ക് കിട്ടും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതെന്ത് കിട്ടും? എനിക്കതിൻ്റെ എനിക്കെൻ്റെ വീതി കിട്ടും. ഇത് ഇങ്ങനെ ഒരു 3D സ്ട്രക്ചറാണെന്ന് വിചാരിക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ തിക്നെസ് കിട്ടും. ഇവിടെ മൂന്നിടത്തും ഞാൻ ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് അളന്നത്, പല രീതിയിൽ അളന്നത്. ഈ ലെങ്ത് എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ സ്വന്തം ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്താണത്? ആ വസ്തുവിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. മാത്രമല്ല ഈ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് അതിൻ്റെ എന്ത് കിട്ടും? ഏരിയ കിട്ടും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉപയോഗിച്ച് എനിക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പറ്റും. ഈ ലെങ്തിനെയും ഈ ബ്രെഡ്ത്തിനെയും ഈ തിക്നെസ്സിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അതിൻ്റെ വോളിയം കിട്ടും. അതിൻ്റെ എന്ത് കിട്ടും? വോളിയം കിട്ടും അല്ലേ. ഇനി ഇത് ലെങ്തും ബ്രെഡ്ത്തും മാത്രം എടുത്താൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനും ഒക്കെ പറ്റത്തില്ല, 3D അല്ലാതെ 2D ആണെങ്കിൽ. അപ്പോൾ നീളം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് അപ്പോൾ ഇവിടുത്തെ ഫണ്ടമെന്റൽ ബേസ് ക്വാണ്ടിറ്റി. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഈ നീളം നമുക്ക് ലെങ്ത് എടുത്തത് നീളത്തിൽ തന്നെയാണ്, ബ്രെഡ്ത്ത് എടുത്തത് നീളത്തിൽ തന്നെയാണ്, തിക്നെസ് എടുത്തത് നീളത്തിൽ തന്നെയാണ്. ഈ നീളം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്വന്തം ക്വാണ്ടിറ്റിയാണ്, ആ വസ്തുവിൻ്റെ സ്വന്തം ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് മറ്റു ക്വാണ്ടിറ്റികൾ ഡിറൈവ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമ്മുടെ ഫിസിക്സിൽ പഠിക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് വെച്ചാൽ അത് ഈ പറയുന്ന വസ്തുവിന് സ്വന്തം ക്വാണ്ടിറ്റിയാണ്. അത് വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാൻ പറ്റും. ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ലെങ്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തൊരു ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും ഇതുവരെ പഠിച്ചതിനകത്ത് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടോ? ഇല്ല. ലെങ്ത് നമ്മൾ അളന്നാ കണ്ടുപിടിക്കുന്നു. ലെങ്ത് എന്താണ്? അളന്നാ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മറ്റൊരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ ക്വാണ്ടിറ്റി വെച്ച് മറ്റു ക്വാണ്ടിറ്റികളെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ വസ്തുവിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അങ്ങനെ നമ്മുടെ ഫിസിക്സ് പഠിക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്ന് പറയുന്നത്. ഒരുപാട് പഠനത്തിനൊക്കെ ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ 7 എണ്ണമാണ് ഉള്ളത്. എത്ര എണ്ണമാണ് ഉള്ളത്? 7 എണ്ണം. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുന്നത് തെറ്റൊന്നുമില്ല. വാട്ട് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ. അവർ പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ് എന്ന് വെച്ചാൽ ലെങ്ത് ആണ്, മാസാണ്, ടൈം ആണ്, ടെമ്പറേച്ചർ ആണ്. ഇവർ പരസ്പരം ബന്ധമൊന്നുമില്ല. ആൻഡ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ്. മറ്റു ക്വാണ്ടിറ്റികൾ ഈ ക്വാണ്ടിറ്റി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അർത്ഥം. എക്സ്പ്രസ് ചെയ്യാന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ ഏരിയ നമുക്ക് മീറ്റർ സ്ക്വയർ എന്ന് എക്സ്പ്രസ് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ മീറ്റർ എന്ന് വെച്ചാൽ ലെങ്തിൻ്റെത് പിടികിട്ടുന്നുണ്ടോ? അടുത്ത് ക്വാണ്ടിറ്റീസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതായത് ഈ ക്വാണ്ടിറ്റി, ഈ പറയുന്ന ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ മറ്റു ക്വാണ്ടിറ്റികൾ കൊണ്ടൊന്നും നമുക്ക് എഴുതാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ എങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ പറയുന്ന ആരെ പറ്റിയിട്ടാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ പറ്റിയിട്ടാണ്. 7 എണ്ണമാണ് ഉള്ളത്. പോരാതെ 2 എണ്ണം കൂടെ പഠിക്കും. 7 എണ്ണമാണ് ബേസിക് ആയിട്ടുള്ളത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെ, കാര്യം അറിയാതെ നമ്മൾ യൂണിറ്റിലോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും?
ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്ന് വിളിക്കും. ഇനി ഈ ഫണ്ടമെന്റൽ 7 പറഞ്ഞില്ലേ, ഇതല്ലാതെ നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന എല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അവരുടെ യൂണിറ്റ് നമ്മൾ എന്ത് പറയും? ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് വിളിക്കും. ഇതിനൊക്കെ നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റിനകത്താണ് വരുന്നത്. ഇതിനകത്താണ് വരുന്നത്, സിസ്റ്റംസ് ഓഫ് യൂണിറ്റിനകത്താണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. സംഭവം ചെറിയൊരു ഭാഗമാണെങ്കിലും വിശദീകരിച്ച് പറഞ്ഞു തന്നത് കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിരിക്കില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം പഠിക്കാനുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ല. ചാപ്റ്ററിന്റെ പേര് പോലും ഒരു അറ്റം തൊട്ട് മറ്റേ എത്ര ചാപ്റ്റർ ഉണ്ടെന്നുള്ളത് തെറ്റാതെ പറയാൻ പോലും ചിലപ്പോൾ പിള്ളേർ മറന്നു പോകുന്ന രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇനി 2 സോ എന്ത് പഠിച്ചാലും നിങ്ങൾക്കത് മനസ്സിലായിരിക്കണം. നിങ്ങൾക്കത് മറ്റൊരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാത്തക്ക രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ അത് ഓർമ്മയിരിക്കുള്ളൂ. എന്താണ് നമ്മൾ പഠിച്ചു? നമ്മൾ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിച്ചു. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിച്ചു. അത് 2 തരത്തിലുണ്ടെന്ന് പഠിച്ചു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പഠിച്ചു. അത് 7 ആണെന്ന് പഠിച്ചു. അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കും. പിന്നെ ഇനി അടുത്ത് പഠിച്ച ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്ത എല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ ഇത്തരം ക്വാണ്ടിറ്റികളെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിസ്റ്റംസ് ഓഫ് യൂണിറ്റിനകത്താണ്. അതായത് ഇവിടെ പറയുന്നത് നോക്കിയേ, ഇൻ ഏർലിയർ ടൈംസ് സയന്റിസ്റ്റ് ഓഫ് ദ ഡിഫറൻറ്റ് കൺട്രീസ് വെയർ യൂസിങ് ഡിഫറൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഫോർ മെഷർമെന്റ്സ്. എന്ന് വെച്ചാൽ എന്താ? പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ വോളിയം എന്ന് പറയുന്നത് ലിറ്ററിലാണ് പറയുന്നത് അല്ലേ? എന്നാൽ സായിപ്പന്മാർ ഗാലൻ എന്നൊരു ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നതായിട്ടുള്ള നിങ്ങൾ യൂട്യൂബും ഷോർട്സും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ റോഡ് സൈഡിൽ മയിൽ കുറ്റികൾ എന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? അത് ഈ ഒരു ഷേപ്പിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിലൂടെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ റോഡുകളുടെ സൈഡിൽ അധികം കാണാറില്ല, എങ്കിലും ചില സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് മയിൽ കുറ്റി? ദൂരമെന്ന് പറയുന്നത് മൈൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ പണ്ട് കാലത്ത് അളക്കുമായിരുന്നു. ഫർലോങ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവുമായിരുന്നു. എന്നാൽ നമ്മളിന്ന് കിലോമീറ്റർ ഉപയോഗിക്കുന്നു അല്ലേ? അപ്പോൾ ഓരോ രാജ്യത്തും അവിടെ ഉള്ള ഈ പറയുന്ന ക്വാണ്ടിറ്റികളെ നമ്മൾ അളക്കാനായിട്ട് ആ നാടിൻ്റെതായ പല യൂണിറ്റുകൾ ഉപയോഗിക്കുമായിരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട 3 യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: CGS, FPS, MKS. ഇതൊക്കെയാണ്. ഇപ്പം ആദ്യം നോക്കുക, ഇങ്ങനെ ആദ്യം പഠിച്ചു വയ്ക്കുക. ലെങ്ത് അല്ലൊക്കെ എന്താണ്? ലെങ്ത്, മാസ്, ടൈം. ഇത് 3 അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളെ വെച്ചിട്ടാണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ പണ്ട് കാലം മുതലേ നമുക്ക് എത്ര സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഉണ്ട്? 3 ഉണ്ട്. അതിലാദ്യം വരുന്നതാണ് CGS, FPS, MKS. ഇതൊന്നും വലിയ സംഭവം ഒന്നുമല്ല, സിമ്പിൾ സാധനമാണ്. ഇങ്ങനെ എഴുതിയെന്ന് മറ്റേ വലിയ എന്തോ കാര്യമൊന്നും വിചാരിക്കരുത്. സിമ്പിൾ സാധനം. അതായത് ലെങ്തിനെ സെന്റിമീറ്ററിലും മാസിനെ ഗ്രാമിലും ടൈമിനെ സെക്കൻഡിലുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം സിസ്റ്റംസ് ഓഫ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? CGS സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ചില രാജ്യങ്ങളിൽ അങ്ങനെയായിരുന്നു. അതായത് അവിടെ ലെങ്തിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. എന്നാൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, 6 അടി മണ്ണ് അല്ലേ, ഒരു മനുഷ്യന് 6 അടി മണ്ണിന്റെ ഉടമയാണ് അല്ലെ. അവസരം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിടുമ്പോൾ 6 അടി എന്നുള്ള കോൺസെപ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ നീളത്തെ പറ്റി പറഞ്ഞു. അവിടെ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് ഏതാ? സെന്റിമീറ്ററോ മീറ്ററോ കിലോഗ്രാമോ അല്ല, ഫൂട്ട് അല്ലേ. അപ്പോൾ ചില രാജ്യങ്ങളിൽ ഫൂട്ട്, മാസിനെ പൗണ്ട് എന്ന് പറയുന്ന യൂണിറ്റിലും ടൈമിനെ സെക്കൻഡിലും അളക്കുമായിരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? FPS സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? FPS സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ലെങ്തിനെ മീറ്ററിലും മാസിനെ കിലോഗ്രാമിലും ടൈമിനെ സെക്കൻഡിലും അളക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? MKS എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? MKS എന്ന് വിളിക്കും. ഇത്തരത്തിലാണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റുകൾ ഉള്ളത്. അപ്പോൾ എന്താണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ് ദാറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റലും ഡിറൈവ്ഡും ഒക്കെ ചേർന്ന് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികൾ അല്ലെങ്കിൽ അളവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. CGS, FPS അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയും, MKS സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് പലതരം എന്തെന്ന് പറയുന്നത്? സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ്. നമ്മൾ റഫായിട്ട് ചെയ്തതാണ് കേട്ടോ. അതിന്റെ സ്മൂത്ത്നെസ് ഒന്നും ഫുൾ അല്ല. നമ്മൾ നോർമലി ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ 3 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്തും മാസും ടൈമുമാണ് അവിടെ എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ ബേസിക് ആയിട്ടുള്ളത് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 3 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഡിഫൈൻ ചെയ്തതൊക്കെയാണ് CGS, FPS, MKS. പഠിച്ചു വയ്ക്കണം, ചോദിക്കും. ഇവിടെ നിന്നിട്ട് ലെങ്തിന്റെ FPS സിസ്റ്റത്തിലെ യൂണിറ്റ് ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അല്ലെങ്കിൽ
ഇപ്പോൾ മാസിൻ്റെ MK സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ത് എന്നത് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവോ? ഇല്ല. നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര അല്ലേ, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇരുന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സയൻറ്റിഫിക് ലോകത്ത് ഇങ്ങനെ പല യൂണിറ്റുകൾ ഉപയോഗിച്ചാൽ ഇത് ഓരോ തവണയും കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് ഒരു ഫൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര സെൻറ്റിമീറ്റർ പറയണമെന്ന് നമുക്കറിയാവോ? അറിയത്തില്ല അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാലൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം കൂടി ചേർത്തൊരു സ്റ്റാൻഡേർഡ് സിസ്റ്റം കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുവരുന്നതാണ് എന്ത് SI സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നു 1971. ഓക്കെ, എന്താണ് 1971 ബ്യൂറോ ഇന്റർനാഷണൽ ഡിസ്പോളിസ് ET എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ദ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഫ്രഞ്ച് വാക്കാണ്, അതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ ഇന്റർനാഷണൽ രാജ്യങ്ങളെല്ലാം ഉണ്ട്, ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അനുസരിച്ച് നമ്മളെല്ലാം കൂടി തീരുമാനിച്ചു നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഒറ്റ സിസ്റ്റം കൊണ്ടുവരാം. അതിൻ്റെ പേരാണ് എന്ത്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ടായിട്ട് SI യൂണിറ്റുകൾ എന്ന് പറയും. ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ അല്ലേ ടൈമൊക്കെ നമ്മൾ മിനിറ്റിൽ നിന്ന് മാറ്റി സെക്കൻഡിലോട്ട് ആക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, SI സിസ്റ്റം അനുസരിച്ച് സെക്കൻഡാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഹീറ്റ് നമ്മൾ ജൂളിൽ പറയണമെങ്കിൽ ടൈം സെക്കൻഡിൽ എടുക്കണമെന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് തന്നെ സംഭവം. അങ്ങനെ കൊണ്ടുവന്നാണ് എന്ത് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റിലെ 3 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് പണ്ട് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? CGS, FPS, MKS. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്, എന്താണ് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. പഠിച്ചു വെച്ചോളാം, അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഈസ് ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്. അതിനകത്ത് എന്ത് വരും, ഫണ്ടമെന്റലും വരും, ഡിറൈവ്ഡും വരും, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും വേണ്ടിയിട്ട്. അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് CGS അഥവാ ഏതാണ് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. വീണ്ടും ഓർക്കാനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലാസ് കാണുമ്പോൾ തന്നെ നമ്മളതങ്ങ് പഠിച്ച് സെറ്റാക്കിയിരിക്കണം. FPS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. MKS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഇനി അവസാനം വരുന്നതാണ് എന്ത്, SI സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്താണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ 7 നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, നേരത്തെ 7 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഈ 7 എണ്ണമൊക്കെ SI സിസ്റ്റത്തിനനുസരിച്ചാണ് വരുന്നത്. ബാക്കിയുള്ളതിനകത്ത് 7 ഒന്നുമില്ല. അപ്പം നോക്കിയേ, ഏതൊക്കെയാണ് നമ്മുടെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 1971 ശേഷമാണ് ഈ ഒരു സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നത്. ഇത് 2018 റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അനുസരിച്ച് നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എത്ര എണ്ണം ഉണ്ട്, 7 എണ്ണം ഉണ്ട്. അത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. 7 എണ്ണം അതിൻ്റെ യൂണിറ്റും സിമ്പലും പഠിച്ചു വെച്ചേക്കണം. നിങ്ങളിത് ഇപ്പോൾ മനസ്സ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ പഠിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാതെ തന്നെ വന്നോളൂ. അത്രേ ഉള്ളൂ. നമ്മളിത് യൂസ് ചെയ്ത് നമ്മൾ ഇനി അങ്ങോട്ട് ഫുൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ പോവാം. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ കിട്ടിക്കോളും. അപ്പോൾ മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റിന് SI യൂണിറ്റ് ആണ് കിലോഗ്രാം, സിമ്പല് kg. മാസിനെ സ്മോൾ ലെറ്റർ M ഉപയോഗിച്ച് നമ്മൾ എഴുതും. ക്യാപിറ്റൽ ലെറ്റർ M അല്ല, സ്മോൾ ലെറ്റർ M. അതും ശ്രദ്ധിച്ചോളണം. ലെങ്തിനെ നമ്മൾ L എന്നതിനെ റെപ്രസെന്റ് ചെയ്യും. അതായത് ഇങ്ങനെ L എന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി മുതൽ ലെങ്ത് ആണത്. അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ചോദ്യത്തിൽ മീറ്റർ അല്ലാതെ മറ്റേതെങ്കിലും യൂണിറ്റ് തന്നാൽ നമുക്ക് യൂണിറ്റുകൾ കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യം അവിടെ വരും. ഓക്കെ, ടൈം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ T ആണ്, ക്യാപിറ്റൽ T അല്ല, സ്മോൾ T ആണ്. കാരണം ക്യാപിറ്റൽ T ടെമ്പറേച്ചറാണ്. സെക്കൻഡ് ആണ് എന്ത് യൂണിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് I I തന്നെയാണ്, ആ ക്യാപിറ്റൽ I തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് എന്താണ്, ആംപിയർ. ക്യാപിറ്റൽ A, സ്മോൾ A അല്ല. ടെമ്പറേച്ചറിന്റെ ഇനി മുതൽ ക്യാപിറ്റൽ T ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ ആണ്. നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവരാണെങ്കിലും ഇനി മുതൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമ്മൾ അതിന് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്നും പറയും. എന്ത് പറയും, തെർമോ ഡൈനാമിക് ടെമ്പറേച്ചർ എന്നും പറയും. യൂണിറ്റ് കെൽവിൻ ആണ്. K 273 കെൽവിൻ. നമ്മുടെ കെമിസ്ട്രി കഴിഞ്ഞ കൊല്ലം പഠിച്ചു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അറിയാം. ഇനി മുതൽ സ്മോൾ n ആണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. മോൾ 6.0 ഓർക്കുന്നുണ്ടല്ലോ, 4ാമത്തെ ചാപ്റ്റർ അല്ലേ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. അടുത്ത് ലൂമിനസ് ഇന്റൻസിറ്റി നമുക്ക് അറിയില്ല, അതിനെ IB എന്ന് ഇട്ടാൽ മതി, LV എന്ന് ഇട്ടാൽ മതി. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ തീവ്രതയാണ്. അതിൻ്റെ യൂണിറ്റ് ആണ് കാൻഡില. എന്താണ്, കാൻഡില CD. കാൻഡില CD. ഇത് ഓരോന്നും പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇത് നോട്ടിനകത്ത് ഒരു ടേബിൾ വരച്ച് എഴുതി കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ലെങ്ത് അല്ലേ, ലെങ്ത് മീറ്റർ M, മാസ് കിലോഗ്രാം kg, ടൈം സെക്കൻഡ് S, കറണ്ട് ആംപിയർ A, ടെമ്പറേച്ചർ കെൽവിൻ K, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില CD. ഇതൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. ഇതാണ് പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഓഫ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ പറയുന്ന 7 എണ്ണം പോരാതെ
രണ്ട് ക്വാണ്ടിറ്റികൾ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അവയാണ് നമ്മൾ സപ്ലിമെന്ററി യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് സപ്ലിമെന്ററി യൂണിറ്റ്? ബോറടിക്കുന്നില്ലല്ലോ? അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തിരിച്ചടിക്കണം. കാരണം ഇനി നമുക്ക് ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങളോട്ട് അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് കാണുക. വേറെ ശ്രദ്ധയൊന്നും പോകരുത്. മൊബൈലിനകത്ത് നോട്ടിഫിക്കേഷൻസിനകത്ത് വാട്സാപ്പ് ചാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് യൂട്യൂബ് ക്ലാസ് കാണാൻ. ഓക്കെ, പറ്റുന്നത് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് ഒക്കെ ലാപ്ടോപ്പിൽ ഇരുന്ന് കാണുന്നതായിരിക്കും നല്ലത്. കുറച്ച് വലിയ സ്ക്രീനും ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് കയറി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സപ്ലിമെന്ററി യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 7 ക്വാണ്ടിറ്റികൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണെങ്കിൽ നമുക്ക് മറ്റൊരു സാധനം കൂടി അളക്കേണ്ടി വരും. അതിൻ്റെ പേരാണ് എന്ത്? ആംഗിൾസ്. അല്ലെ, നമ്മുടെ ആംഗിളുകളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആംഗിളുകൾ അളക്കുന്ന കാര്യമാണ് സപ്ലിമെന്ററി യൂണിറ്റിനകത്ത് വരുന്നത്. സപ്ലിമെന്ററി യൂണിറ്റ് 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് പ്ലെയിൻ ആംഗിൾ. എന്താണ് പ്ലെയിൻ ആംഗിൾ? നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളക്കൂലയുടെ ആംഗിൾ, അതിനാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. എന്താണ് പ്ലെയിൻ ആംഗിൾ? പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ തീറ്റ എന്നോ ഡിഫൈൻ ചെയ്യാം. തീറ്റ അല്ലെങ്കിൽ ചെറിയ ആംഗിൾ എന്ന രീതിക്ക് അതിന് ഡി തീറ്റ എന്ന് വിളിക്കാം. ഡിഫറൻസിയേഷനൊക്കെ ഇനിയിപ്പോൾ വരും. ഓക്കെ, പ്ലെയിൻ ആംഗിൾ തീറ്റ അല്ലെങ്കിൽ എന്താണ് ഡി തീറ്റ. എന്താണ് തീറ്റ അല്ലെങ്കിൽ ഡി തീറ്റ. അപ്പോൾ എന്താണ് പ്ലെയിൻ ആംഗിൾ? പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, എന്താണ് ആർക്ക് ലെങ്ത്. എന്താണ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ബൈ റേഡിയസ്. യൂണിറ്റിലോട്ട് വന്നില്ല, ആദ്യം ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ. എന്താണ് ഒരു ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. പ്രൊട്രാക്ടർ വെച്ച് ഇങ്ങനെ അളന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഇനി നമുക്ക് ഒരു ആർക്ക് തന്നിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ദൂരം ഇതിനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കും. വേണമെങ്കിൽ ഡി എസ് എന്ന് വിളിക്കാം. സ്മോൾ, ഈ ഡിയുടെ അർത്ഥം ചെറുതെന്നാണ്. ഓക്കെ, എന്താണ് ചെറുതെന്നാണ്? ഡി ഓഫ് എസ്, ആർക്ക് ലെങ്ത് ബൈ ഈ ദൂരം ഉണ്ടല്ലോ, ഇതിനാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? റേഡിയസ്. അപ്പോൾ ഡി എസ് ബൈ ആർ. പഠിച്ചു വെച്ചു. നമുക്കിത് ആവശ്യമാണ്, നമുക്ക് ഈ ഫോർമുല പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ പഠിച്ചു വയ്ക്കുക. അപ്പോൾ യൂണിറ്റ് ആംഗിളിൻ്റെ യൂണിറ്റ് നമ്മളെല്ലാവരും പറയും എന്താണ്? ഡിഗ്രി. ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി. ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി എന്നാൽ മാറിക്കോ. ഇനി മുതൽ ആംഗിളിൻ്റെ യൂണിറ്റ് ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. എന്താണ്? റേഡിയൻ. എന്താണ്? റേഡിയൻ. നമ്മൾ ഇനി മുതൽ ഈ പറയുന്ന ഡിഗ്രി 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 ഒക്കെ മാറ്റാൻ പോവുകയാണ്. ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങളിലൊക്കെ ആംഗിൾ പറയുമ്പോൾ അതിൻ്റെ ഉത്തരം എന്തിലാക്കണം? റേഡിയനിലാക്കണം. ഡിഗ്രിയിലായിരിക്കും തരുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ തെറ്റിക്കാൻ ഡിഗ്രി തരും. നമ്മളതിന് മാറ്റുന്നതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ആർക്കിൻ്റെ ലെങ്ത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ആർക്ക് ബൈ റേഡിയസ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ ആർക്ക് ബൈ റേഡിയസ് അല്ലെങ്കിൽ DS/R. യൂണിറ്റ് റേഡിയൻ. യൂണിറ്റ് റേഡിയൻ. അടുത്ത് വരുന്നതാണ് എന്ത്? സോളിഡ് ആംഗിൾ. എന്താണ്? സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഐസ്ക്രീമിൻ്റെ കോൺ ആലോചിക്കുക. ഐസ്ക്രീമിൻ്റെ കോൺ ഏതാണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം ആണല്ലോ. ഈ ഒരു ഷേപ്പിലാണ് ഐസ്ക്രീമിൻ്റെ കോൺ ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഒരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, DO സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നു. എങ്ങനെ സോളിഡ് ആംഗിൾ കണ്ടുപിടിക്കാം? നമ്മൾ സാധാരണ ആംഗിൾ കണ്ടുപിടിച്ചത് ഇവിടുത്തെ ലെങ്ത്, അതായത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെങ്കിൽ ഇവിടെ 3D ആയില്ലേ. അപ്പോൾ എന്ത് പറ്റും? ആർക്കിൻ്റെ ലെങ്ത്തിന് നമ്മൾ മാറ്റി പിടിക്കും. നമ്മൾ എന്ത് പിടിക്കും? ആർക്കിൻ്റെ ലെങ്ത് മാറിയിട്ട് ഈ ഏരിയ എടുക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ സോളിഡ് ആംഗിൾ കണ്ടുപിടിക്കും? ഈ ഏരിയ നമുക്ക് തന്നെ DA എന്ന് വിളിക്കാമല്ലോ, ചെറിയ ഏരിയ അല്ലേ. അപ്പോൾ DA ഡിവൈഡഡ് ബൈ ഇത് റേഡിയസ്. ഏരിയ എന്ന് പറയുമ്പോൾ ഒരു റേഡിയസ് മാത്രം പോരാ, റേഡിയസിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ഈ പറയുന്ന ഏരിയ ഓഫ് ദ ആർക്ക് അല്ലെ, ആർക്കിൻ്റെ ഏരിയ ബൈ റേഡിയസിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് ആംഗിൾ കിട്ടും. അപ്പോൾ പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണെങ്കിൽ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? സ്റ്റിറേഡിയൻ. ഇതാണ് സ്റ്റിറേഡിയൻ. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞു, 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾക്ക് പോരാതെ നമുക്ക് 2 സപ്ലിമെന്ററി യൂണിറ്റുകളുണ്ട്. ഇത് ആംഗിളിന്റെ മെഷർമെന്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളുമാണ് നമ്മുടെ സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. പ്ലെയിൻ ആംഗിളിനെ നമ്മൾ D തീറ്റ എന്ന് വിളിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? ആർക്ക് ലെങ്ത്, അതായത് ഈ കാണുന്ന ആർക്ക് ലെങ്തിനെ ഈ കാണുന്ന റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. DS/R ആണ് ഫോർമുല. യൂണിറ്റ് ആണ് എന്ത്? റേഡിയൻസ്. എങ്കിൽ എന്താണ് സോളിഡ് ആംഗിൾ? സോളിഡ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഈ പറയുന്ന ഒരു കോണിൻ്റെ കണ്ടോ, ഇന്റർസെപ്റ്റഡ് ഇല്ല, ഈ ഇന്റേണൽ ഏരിയ, ഐസ്ക്രീം കൊണ്ട് അകത്തിരിക്കുന്ന വാവട്ടത്തിൻ്റെ ഏരിയ എന്ന് ചിന്തിച്ചാൽ മതി. അതെങ്ങനെ കിട്ടും? ഈ ഏരിയയെ ഈ റേഡിയസിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ്
DA/r². യൂണിറ്റ് റേഡിയൻ അല്ല, സ്റ്റി റേഡിയൻ. ഇതാണ് സ്റ്റി റേഡിയൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണെന്ന് പറയുന്നത്. ഓക്കെ, there are 7 base units are given in the table. Besides the 7 base units, there are 2 more units that are defined as the plane angle d theta and the solid angle. പ്ലെയിൻ ആംഗിളിൻ്റെ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതുപോലെ വരുന്നതാണ് സോളിഡ് ആംഗിൾ. രണ്ടിൻ്റെയും യൂണിറ്റ് രണ്ടും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ എന്താ ഡയമെൻഷൻ എന്ന് വെച്ചാൽ പേടിക്കേണ്ട, ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ പഠിക്കും ഡയമെൻഷൻസ്. നല്ല രസമാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയില്ല എല്ലാവർക്കും? അപ്പോൾ സപ്ലിമെൻ്ററി യൂണിറ്റ് കിട്ടിയല്ലോ. സപ്ലിമെൻ്ററി യൂണിറ്റ് ഓക്കെ കിട്ടുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിൾ. ഓക്കെ അല്ലേ? അപ്പോൾ നോട്ട് എഴുതിയെടുക്കുന്നവരോട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. നമ്മൾ ആദ്യം തൊട്ട് ഈ ഒരു പേജ് കാണിക്കുമ്പോൾ ഇവിടെ വരുന്നതൊക്കെ നമ്മൾ നോട്ടിൽ എഴുതേണ്ട പോയിന്റുകൾ ആണ്. മറ്റത് ഞാൻ വിശദീകരിച്ച് തരുന്ന പോയിന്റുകളും ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം, ചാപ്റ്റർ തീരാറായി. ഇന്നത്തെ ക്ലാസ് ഏതാണ്ട് തീരാറായി. ജസ്റ്റ് ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയ്ക്ക് നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യനുകളിൽ ഈ പറയുന്ന SI യൂണിറ്റുകൾ അതുപോലെ ആയിരിക്കത്തില്ല ക്വാണ്ടിറ്റി തരുന്നത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് പോയാലും നമുക്ക് യൂണിറ്റുകൾ തെറ്റി നമ്മുടെ മാർക്ക് പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പോഴേ ഈ ഒരു ടേബിളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് വേണം പോകാം. അതായത് സം യൂണിറ്റ് റീറ്റെയിൻഡ് ഫോർ ദ ജനറൽ യൂസ് ഔട്ട്സൈഡ് ദ SI എന്ന് വെച്ചാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ. നമ്മൾ സിസ്റ്റം ഇൻ്റർനാഷണൽ പഠിച്ച 7 ക്വാണ്ടിറ്റികൾ അല്ലാതെ മറ്റു കുറച്ച് ക്വാണ്ടിറ്റികൾ കൂടെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തിന്? ജനറൽ യൂസിന്. അതായത് ലോകം മൊത്തം പെട്ടെന്ന് ഒരു ദിവസം ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് എടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും അത് മാറ്റാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓരോ പർപ്പസിനനുസരിച്ച് ഓരോ യൂണിറ്റ് ഉപയോഗിക്കും അല്ലേ? ഇപ്പോൾ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളൊക്കെ അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിയിൽ പറയും അല്ലെ? ഡിഗ്രിയുടെ ചെറിയ ആംഗിളിനെ മിനിറ്റ് എന്ന് പറയും. മിനിറ്റ് സാറേ സമയത്തിൻ്റെ അല്ലേ? ശ്രദ്ധിച്ചോ, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ചെറിയ വരെ മീറ്റർ, സോറി മാറിപ്പോയി, വലിയ വരെ മീറ്റർ ആണെങ്കിൽ അതിലെ ചെറിയ വരെ എന്തായിരിക്കും? സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിൽ കാണുന്ന ചെറിയ വരെ എന്തായിരിക്കും? മില്ലിമീറ്റർ. അതുപോലെ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ആംഗിളിനെ നമ്മൾ ഡിഗ്രി വിളിക്കുമെങ്കിൽ ഈ ഡിഗ്രിയുടെ ചെറുതിനെ നമ്മൾ മിനിറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മിനിറ്റ്. ആംഗിൾ സമയത്തിനും ഉണ്ട് കേട്ടോ. സമയത്തിനും കൺവേർഷൻ രണ്ടിലും സെയിം തന്നെയാണ്. ഞാൻ ഇവിടെ ആംഗിളിൻ്റെ ഒരു കാര്യം കൂടി വന്നുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. മിനിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയും 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. അതുപോലെ ഡിഗ്രിയിലും 60 സെക്കൻഡ് ഒരു മിനിറ്റാണ്. ഡിഗ്രിയുടെ കാര്യത്തിലാണ് പറയുന്നത്. ഓക്കെ, അത്ര ഓർത്ത് വെച്ചു. അപ്പോൾ നോക്കിക്കോ, സമയം സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ്. സമയത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ്. മിനിറ്റ് തന്നാൽ സെക്കൻഡിലോട്ട് മാറ്റാൻ നിങ്ങൾക്കറിയാം. ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ്. മണിക്കൂറിന് വെച്ചാൽ അറിയാം 60 × 60 3600 സെക്കൻഡ്. കൺവേർഷൻ വന്നാൽ ഓർത്തോളും. ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസം. ഇനി ഇതാണ് ഇവൻ. ഇതിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ആൾക്കാരെ ഞാൻ റെഡിൽ മാർക്ക് ചെയ്യാൻ പഠിച്ചോ. ഡിഗ്രി നമ്മൾ സാധാരണ മുകളിലൊരു ചുണ്ട വരച്ചു. ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ അത് π/180 റേഡിയൻ ആകുന്നു. ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ അത് π/180 റേഡിയൻ. അതായത് പരീക്ഷയ്ക്ക് നമുക്ക് പലപ്പോഴും പല ചോദ്യങ്ങളും, ഇത് ഫിസിക്സിൽ മാത്രമല്ല ഇത് മാത്സിലും വരും, ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പഠിക്കും. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് π/180 റേഡിയൻ ആണ്. എങ്ങനെ കിട്ടിയെന്നുള്ളതൊന്നും പഠിക്കേണ്ട. π/180 റേഡിയൻ ആണ്. ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ π/180. അപ്പോൾ ഒരു റേഡിയൻ ഡിഗ്രിയിലോട്ട് മാറ്റാൻ 180/π. എന്തെങ്കിലും ഒരെണ്ണം കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ π/180 റേഡിയൻ ആകുന്നു. ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ ഇപ്പോഴേ ഒന്ന് പഠിച്ചു വെച്ചു. അപ്പോൾ അന്ന് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി ലിറ്ററൊക്കെ മാറ്റാൻ അറിയാമല്ലോ. നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്ന ഒരു ടൺ. ഒരു ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം. ഒരു കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം. ഓക്കെ, ബാർ എന്ന് വെച്ചാൽ പ്രഷർ. ഒരു ബാർ എന്ന് വെച്ചാൽ 10⁵ പാസ്കൽ. പഠിച്ചു വെച്ചോ. പാസ്കൽ ആണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ് അനുസരിച്ച് പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ. അപ്പോൾ നമുക്ക് ബാർ എന്നൊരു യൂണിറ്റും ഉണ്ട്. ഇതും നിങ്ങൾ പഠിച്ചു വയ്ക്കണം, പിന്നീട് വേണം. ഒരു ബാർ എന്ന് വെച്ചാൽ 10⁵ പാസ്കൽ. ഒരു ക്യാരറ്റ് എന്ന് വെച്ചാൽ 200 മില്ലിഗ്രാം. അത് അറിയാം, പഠിച്ചു വയ്ക്കുക. ഒരു ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 10⁻³ മീറ്റർ ക്യൂബ്. റോഞ്ചൻ എന്ന് പറഞ്ഞ എക്സ് റേഡിയേഷൻ്റെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എല്ലാം. 6 എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 6. നിങ്ങൾ ആരെങ്കിലും വീടിൻ്റെ കരമടയ്ക്കാൻ പോയിട്ടുണ്ടോടാ? വീട്ടുകാരൊക്കെ നിങ്ങൾ പണ്ട്, ഇപ്പോൾ ഓൺലൈൻ ഡിജിറ്റലി അടയ്ക്കാൻ പറ്റുമെങ്കിലും പണ്ട് നമ്മൾ നോക്കിയാൽ ഈ വസ്തുവിൻ്റെ അളവൊക്കെ നമ്മൾ ഇന്നും സർക്കാർ രേഖകളിലൊക്കെ 6 എന്ന് പറയുന്ന യൂണിറ്റാണ്. എനിക്ക് 2.4 അങ്ങനെ എന്തോ ആണ്. ഓക്കെ, സെൻറ്റ് നമ്മൾ സാധാരണ വസ്തു സെൻറ്റ് ഏക്കറിലൊക്കെ അല്ലേ പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഒഫീഷ്യൽ റെക്കോർഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടേമാണ് 6 എന്ന് പറയുന്നത്. ഓക്കെ, വേണ്ട അറിഞ്ഞിരുന്നാൽ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എത്രയാണ്? ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ ATM തരും. ഇതും ശ്രദ്ധിച്ചോളണം. ഇതും നമുക്ക് കെമിസ്ട്രിയിൽ ആവശ്യമായിട്ട് വരും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്. നമുക്ക് പാസ്കലാണ് പ്രഷറിൻ്റെ യൂണിറ്റ്. പക്ഷേ ATM എന്നൊരു യൂണിറ്റും ഉണ്ട്. ATM എന്നൊരു യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഈ ATMനെ പാസ്കലിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു ATM എന്ന് വെച്ചാൽ അത് 1.01325 പാസ്കലാണ്. അതിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ എഴുതിയിരിക്കുന്ന രീതിയാണ് ഇത്. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 1013 ഇത് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ പറയുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ പിന്നീട് പഠിക്കുമ്പോൾ പലപ്പോഴും പണി കിട്ടും. ഓർത്ത് വെച്ചു. ശരി, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നു. വേറൊന്നുമില്ല, നമ്മളെ കൺവേർഷൻസ് ഞാൻ പറഞ്ഞു തന്നു. അതെന്തൊക്കെയാണ്? 1 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 5/180 റേഡിയൻ ആണ്. ഓർത്ത് വെച്ചേക്കണം. ഇനി നിങ്ങൾക്ക് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 360 ഡിഗ്രിയാണെന്ന് ഓർത്തോളണേ. 2π എന്ന് വെച്ചാൽ എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ π എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി, 2π എന്ന് വെച്ചാൽ 360 ഡിഗ്രി. ഡിഗ്രി റേഡിയനിലോട്ട് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് മനപ്പാടാക്കി വയ്ക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും നിങ്ങൾക്ക് വരുന്നില്ല. ഇനി കുറച്ച് പ്രിഫിക്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ എന്നാണ്. കിലോ ബാർ, കിലോ പാസ്കൽ, എന്ത് സാധനം ആയിക്കോട്ടെ, കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 1000 എന്നാണ്. കിലോ എന്ന് വെച്ചാൽ 1000 എന്നാണ്. അതായത് ആ ടേമിൽ ഇൻറ്റു 10⁻³ അതിനെ നമ്മൾ SIയിലോട്ട് മാറ്റുമ്പോൾ കാര്യമാണ് പറയുന്നത്. സെൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100ൻ്റെ ആണെന്നറിയാം. അപ്പോൾ 10⁻². മില്ലി എന്ന് വെച്ചാൽ 10⁻³ മൈക്രോ എന്ന് വെച്ചാൽ 10⁻6 നാനോ എന്ന് വെച്ചാൽ 10⁻9 പൈക്കോ എന്ന് വെച്ചാൽ 10⁻12 കിലോ എന്ന് വെച്ചാൽ 3 മെഗാ എന്ന് വെച്ചാൽ മൈനസ് ഇല്ല 10⁻6 ഗിഗ എന്ന് വെച്ചാൽ 10⁻9 ടെറ എന്ന് വെച്ചാൽ 10⁻12. ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ. പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ എഴുതി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് കൊട്ടിച്ചു വെച്ചോ. പിന്നീട് ചോദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യം വരും. ഈ വർഷം മാത്രമല്ല, അടുത്ത വർഷവും കൂടെ ചേർത്ത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഉത്തരം പറ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ഫൈൻഡ് ഔട്ട് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഫ്രം എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ. തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി 2024 മാർച്ചിൽ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. തന്നിട്ടുള്ളത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാണ്? എനിക്കറിയില്ല. ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതും കമൻ്റ് ആയിട്ട് പറയും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യം കണ്ടോ. അപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത് ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? നിങ്ങളൊരു അറിയാമോ? ഇത് സാധാരണ ഇപ്പോഴത്തെ സിലബസിനകത്ത് അത്ര ഉണ്ടോ എന്ന് അറിയില്ല, എങ്കിലും മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പറയുക. ഓക്കെ, അടുത്ത ചോദ്യം 2021 ചോദിച്ചതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾ എഴുതുക. ക്വാണ്ടിറ്റി, അതിൻ്റെ SI യൂണിറ്റ്, അതിൻ്റെ സിമ്പൽ. ഓക്കെ, ടൈം, സെക്കൻഡ്, സിമ്പൽ ഓഫ് ടൈം എന്താണ്? ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. എസ് ആണ് അല്ലേ? ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്താണ്? അത് നിങ്ങൾ എനിക്ക് കമൻ്റ് ആയിട്ട് പറഞ്ഞു തരണം. A ആണ് സിമ്പൽ. സ്റ്റിറേഡിയൻ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്? കമൻറ്റ് പറയുക. ഓക്കെ, മോൾ എന്ന് പറഞ്ഞാൽ അത് എന്ത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്? അറിയാമല്ലോ, കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരി ഉത്തരം. നല്ലൊരു കമൻറ്റ് നോക്കാൻ നിൽക്കരുത്, സ്വന്തമായിട്ട് എഴുതുക. 2021 ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങൾ കഴിയുമ്പോഴും അവിടെ നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടി ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എന്താണ് ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ, പ്ലെയിൻ ആംഗിൾ എന്താണ്? d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു. അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റിനകത്ത് നോക്കട്ടെ എത്ര പേര് പ്ലെയിൻ ആംഗിൾ ഓർമ്മയുണ്ടെന്നുള്ളത്. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റ് ആയിട്ട് ഇടുമോ? ഇപ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇടുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് പഠിക്കുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് പോകും. ഇവിടെ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറയാതെ വിട്ടതല്ല. ഇതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതൊക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിലെ ഇതൊക്കെ ഈ അടുത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്തതാണ്. മിനിമം ടെക്സ്റ്റ് ബുക്ക് ചെറിയ മാറ്റമൊക്കെ പിന്നീട് ഉടനെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതായത് നമുക്ക് ലെങ്തിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മാസ് പഠിക്കാനുണ്ടായിരുന്നു, പാരലാക്സ് മെത്തേഡ് പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അപ്പൻഡിക്സ് തന്നങ്ങ് ഒഴിവാക്കിയൊക്കെയാണ്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, സ്കൂളിലും ഇതൊന്നും വരാൻ പോകുന്നു തോന്നുന്നില്ല. ഇനി വല്ലതും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, നമുക്ക് പിന്നീട് വല്ലതും എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളെ പറ്റി പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.
പ്ലസ് വൺകാർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ടെലഗ്രാം ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി അപ്ഡേറ്റ് ഒക്കെ അതിലായിരിക്കും വരുന്നത്. നമ്മുടെ മെയിൻ ചാനൽ 10ാം ക്ലാസ്സിലാണ് കൂടുതലുള്ള കുട്ടികളുള്ളത്. അപ്പോൾ അത് 10 വേണ്ടി ഇരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് 1 വേണ്ടിയിട്ട് ഈ ഒരു ചാനലിലോട്ട് അങ്ങോട്ട് വരിക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്.